ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഇൻട്രോ പറയാൻ പോകുന്നത് ഐശു ആണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വില്ലേജ് വൈബിങ്. ഇന്ന് നമ്മളൊരു Q&A ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം കഴിഞ്ഞ ഇൻട്രോ കഴിഞ്ഞാൽ കുറച്ചുള്ളൂ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളൊരു 10 ദിവസത്തിന് മുന്നേ അല്ലേ നമ്മളൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ Q&A ഒക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്, കുറച്ചധികം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് ആയിട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് സ്റ്റോറി. നല്ല ക്വസ്റ്റ്യൻ. അതായത് ലവ് സ്റ്റോറി നമ്മൾ ചെയ്യാം അല്ലേ. അടുത്ത വീഡിയോ നമ്മുടെ ലവ് സ്റ്റോറി ആയിരിക്കും വരുന്നത്. അത് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ വീഡിയോ ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നുള്ളെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക് താഴെ. അപ്പോൾ ലവ് സ്റ്റോറി ചോദിച്ചിട്ട് നമുക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് ലവ് സ്റ്റോറി. പിന്നെ കുറേ പേര് നമ്മൾ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ദേഷ്യം വരുന്ന ആരേലും ഉണ്ടോ? എല്ലാവരും ഇങ്ങനെ സൈലൻ്റ് ആണോ? പൊതുവേ ദേഷ്യം മനുഷ്യരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരുമല്ലോ. പിന്നെ എന്നെ കാണിച്ചില്ല, എനിക്ക് ദേഷ്യം വരാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. നമ്മൾ കുറേ തവണ പറഞ്ഞു കൊടുത്തിട്ട് അത് മനസ്സിലാക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതിപ്പോൾ മനുഷ്യരല്ലേ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ അച്ഛയാണെങ്കിലും അമ്മയാണെങ്കിലും ഐശു ആണെങ്കിലും ഞാനാണെങ്കിലും ചേട്ടയും ചേച്ചിയും കൊച്ചാണെങ്കിലും എല്ലാവരും നമ്മൾ അങ്ങനെ നമ്മുടെ ലൈഫാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോയിൽ എല്ലാം കാണിക്കുന്നത്. അല്ലാണ്ട് നമ്മൾക്ക് ഉള്ളതൊന്നും ഇല്ല. അങ്ങനെയുണ്ട്. പിന്നെ ഐശു ചേച്ചിയുടെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ ഹൈറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. 170 ആണ് നമ്മുടെ ഹൈറ്റ്. അതായത് ഞങ്ങൾ രണ്ടും സെയിം ഹൈറ്റ് ആണ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാം. ഇപ്പം ഞാൻ എൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഐശുവിനാണ് ചിലപ്പോൾ കുറച്ച് ഹൈറ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഐശു ഇതിൽ പൊക്കത്തിലിരിക്കുന്നത്, നേരത്തെ താഴ്ന്നിട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടും കട്ടക്കാണ് അല്ലേ. 170 ആണ് നമ്മുടെ ഹൈറ്റ് വരുന്നത്. പിന്നെ കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഐശ്വര്യയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരെന്താണ് മാരേജിന് വരാത്തത് അല്ലേ. പിന്നെ ചേച്ചിയുടെ ഫാമിലി എല്ലാവരും ഓക്കെ ആയോ, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. ചേട്ടൻ്റെ ജോബ് എന്താണ്? അപ്പം എൻ്റെ ജോബ് ഞാൻ യൂട്യൂബ് അല്ലേ, സോഷ്യൽ മീഡിയ ഈ വ്ളോഗിങ് പരിപാടിയായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 1.5 year ആയിട്ട് ഈ വീഡിയോ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വിളിച്ചോണ്ട് വന്നതാണോ, രണ്ടുപേരും എന്ത് ചെയ്യുന്നു, ലവ് സ്റ്റോറി, ഐശ്വര്യയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് പ്രശ്നം? പിന്നെ ചേട്ടനും ചേച്ചിയും അച്ഛനും അമ്മയും ഡ്രസ്സ് മാറിയില്ല. അതായത് നമ്മുടെ രജിസ്റ്റർ മാരേജ് വന്നിട്ട് ചിങ്ങത്തിലായിരുന്നു. ഓഗസ്റ്റ് 22 നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ അറേഞ്ച് മാരേജ്, അതായത് നമ്മളൊരു ഫംഗ്ഷനായിട്ട് നടത്തിയത്. അപ്പോൾ ഐശു ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി അല്ലേ, ഫെബ്രുവരി ഫസ്റ്റ് എനിക്ക് തോന്നുന്നു 5ാം തീയതി 6ാം തീയതി എന്തോ ആയിരുന്നു ഞാൻ വീട്ടിലേക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നാട്ടിലൊക്കെ വിളിച്ചിട്ട് ഫംഗ്ഷൻ നടത്തിയാണ്. കെട്ട് വന്നിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. കെട്ട് വന്നിട്ട് അമ്പലത്തിലായിരുന്നു. അതിനുശേഷം നമ്മൾ ഉച്ചക്കത്തെ ഫംഗ്ഷനാണ് നടത്തിയത്. അത് റിസപ്ഷൻ പോലെയാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടും മാത്രമാണ് അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത്. അതുകൊണ്ടാണ് അച്ഛനമ്മയൊക്കെ സെയിം ആ ഒരു കോസ്റ്റ്യൂം ആയത്. ചേച്ചിയുടെ നെയിം എന്താണ്? പേര് പറഞ്ഞു കൊടുക്കും. ഐശ്വര്യ ലക്ഷ്മി. കൺഗ്രാസ്, ഇത്രയും പൊക്കമുള്ള ആളിന് ഓഡീഷൻ നടത്തിയെടുത്താണ്. ലവ് സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞു, എന്നായിരുന്നു കല്യാണം? ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് വന്നിട്ട് ഓഗസ്റ്റ് 22 തീയതി ആയിരുന്നു. മട്ടാഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു കല്യാണം അല്ലേ. രജിസ്റ്റർ മാരേജ് ചിങ്ങത്തിലായിരുന്നു. പിന്നെ നമ്മൾ ചടങ്ങ് വന്നിട്ട് ഫെബ്രുവരി 20 ആയിരുന്നു നമ്മുടെ കല്യാണം, അതായത് 2 മാസം മുന്നേ. പിന്നെ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ? പറയൂ. വർക്കിംഗ് ആണ്. ആളൊരു പ്രൈവറ്റ് ഫാമിലി വർക്കിംഗ് ആണ്. വീട്ടിൽ നിങ്ങളുടെ റിലേഷൻ അറിഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു?
വീട്ടില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 വീട്ടുകാരും എതിർപ്പായിരുന്നു. നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എതിർപ്പായിരുന്നു, ഐശുവിൻ്റെ വീട്ടിലാണെങ്കിലും എതിർപ്പായിരുന്നു. പിന്നെ ഞാൻ കൺവിൻസ് ചെയ്യിച്ചിട്ടാണ് എത്തിയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഓക്കെ അല്ലായിരുന്നു. പിന്നെ അവസാനം ഓക്കെ ആയി. ഐശുവിൻ്റെ വീട്ടിൽ അത് നമുക്ക് പറയാം, നമ്മൾക്ക് ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ടല്ലോ, മൊത്തത്തിൽ എന്തായാലും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, അതായത് കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നത് ചേച്ചിയുടെ വീട് എവിടെ, ചേച്ചിയുടെ അച്ഛനും അമ്മ എവിടെ, ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങളുടെ ലവ് സ്റ്റോറി അറിഞ്ഞപ്പോഴുണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ എന്താ ഐശു പറഞ്ഞു തുടങ്ങട്ടെ, വീട് പറഞ്ഞു കൊടുക്ക്. വീട് അരൂരാണ്. അരൂർ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്, ബോർഡറാണ്. ഇപ്പോൾ എൻ്റെ വരുന്നത് കുമ്പളങ്ങിയാണ്, എറണാകുളം ജില്ല ബോർഡറാണ്. ഈ കുമ്പളങ്ങി അരൂരും അടുത്തടുത്ത സ്ഥലമാണ്, തൊട്ടപ്പുറത്തെ സ്ഥലമാണ് അരൂര് വരുന്നത്. വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛൻ്റെ അമ്മ, ഇത്രയും പേരാണ് ഐശുവിൻ്റെ വീട്ടിലുള്ളത്. അച്ഛന് എന്താണ് ജോലി? അച്ഛൻ ഫിഷർമാൻ ആണ്, വലകെട്ടാണ് അച്ഛനുള്ളത്. അമ്മ ജോലിക്കൊന്നും അങ്ങനെ പോകുന്നില്ല. അനിയത്തി പഠിക്കുവാണ്, +2. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണ ഒരു പ്രൈവറ്റ് ഫേമിലാണ്. പ്രൈവറ്റ് ഫേമിൽ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം. വീട്ടുകാരിലുണ്ടായ കുറച്ച് ഈഗോസ് ആയിരിക്കാം, എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം എന്തായാലും ഐശുവിൻ്റെ ഫാമിലി ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതുവരെ നമ്മുടെ അടുത്ത് കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. ഇത്രയാണ് നമ്മുടെ ഒരു ഇപ്പം നിങ്ങൾ ചോദിച്ചേക്കുന്നത്. പിന്നെ ലവ് സ്റ്റോറി നമ്മൾ അടുത്ത വ്ളോഗ് ചെയ്യും. എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ പേജ് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.